ADM നവീൻ ബാബുവിന് പെട്രോൾ പമ്പ് അനുമതിക്കായി കൈക്കൂലി കൊടുത്തെന്ന പ്രശാന്തന്റെ വെളിപ്പെടുത്തലിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയ മുൻ മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനന്റെ മൊഴി വിജിലൻസ് രേഖപ്പെടുത്തി. വിജിലൻസ് എസ്.പിയുടെ നേതൃത്വത്തിലാണ് കണ്ണൂരിൽ വെച്ച് മൊഴിയെടുത്തത്. കൈക്കൂലി കൊടുക്കുന്നതും ക്രിമിനൽ കുറ്റമാണെന്നിരിക്കെ പ്രശാന്തൻ അത് പരസ്യമായി പറഞ്ഞ് 1.5 മാസമായിട്ടും എന്തുകൊണ്ട് കേസെടുത്തില്ലെന്ന് ടി.ഒ. മോഹനൻ ചോദിച്ചു. ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയ്ക്ക് പിന്നാലെയാണ് താൻ കൈക്കൂലി നൽകിയിരുന്നുവെന്ന് പെട്രോൾ പമ്പിന് അപേക്ഷ നൽകിയിരുന്ന ടി.വി. പ്രശാന്തൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. സ്വർണം പണയം വെച്ചാണ് ഇതിന് പണം കണ്ടെത്തിയതെന്നും പ്രശാന്തൻ പറഞ്ഞിരുന്നു. കൈക്കൂലി വാങ്ങുന്നതുപോലെ തന്നെ കുറ്റകരമാണ് കൈക്കൂലി കൊടുക്കുന്നതും. കൈക്കൂലി നൽകേണ്ടി വന്നാൽ അക്കാര്യം 7 ദിവസത്തിനു മുമ്പ് പോലീസിനെ അറിയിക്കണം. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മുൻ മേയറും KPCC അംഗവുമായ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ വിജിലൻസിന് പരാതി നൽകിയത്. ഈ പരാതിയിലാണ് അഡ്വക്കേറ്റ് ടി.ഒ. മോഹനന്റെ മൊഴി വിജിലൻസ് രേഖപ്പെടുത്തിയത്. ADMന് കൈക്കൂലി നൽകിയെങ്കിൽ എന്തുകൊണ്ട് പ്രശാന്തനെതിരെ കേസെടുക്കുന്നില്ലെന്ന് വ്യക്തമാക്കണമെന്ന് ടി.ഒ. മോഹനൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം ADMന് കൈക്കൂലി കൊടുത്തു എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അഴിമതി നിരോധന നിയമപ്രകാരം കൈക്കൂലി കൊടുക്കുന്നതും കുറ്റമാണ്. അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിൽ അങ്ങനെ കൊടുക്കേണ്ടി വന്നാൽ അതൊരു 7 ദിവസത്തിന് മുമ്പായിട്ട് പോലീസിനെ ആ വിവരം അറിയിക്കണം എന്നതാണ്. എന്നാൽ ശ്രീ പ്രശാന്തൻ അങ്ങനെ ഒരു പരാതി പോലീസിന് നൽകിയിട്ടില്ല. പക്ഷേ 7 ദിവസത്തിനുള്ളിൽ അത് പരാതി നൽകാതിരിക്കുന്ന പ്രശാന്തിനെതിരെ ഞാൻ കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞിട്ടും ഇതുവരെയായിട്ടും പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിജിലൻസിന് ഇത് സംബന്ധിച്ച് ഒരു പരാതി അഴിമതി തടയൽ നിയമപ്രകാരം അദ്ദേഹം കുറ്റം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതി ഞാൻ വിജിലൻസ് ഡയറക്ടർക്കും അതുപോലെ തന്നെ കോഴിക്കോട് വിജിലൻസിൻ്റെ SP-ക്കും ഇവിടെ DYSP-ക്ക് ഉൾപ്പെടെ ഞാൻ കൊടുത്തത്. അദ്ദേഹം തുറന്ന് സമ്മതിച്ച സ്ഥിതിക്ക് അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തിൽ പോലീസ് കാണിക്കുന്ന സമീപനം അത് ഒരു അഴകുഴമ്പൻ സമീപനമാണ്. ഈ കാര്യത്തിൽ ഒരു ആത്മാർത്ഥമായ സമീപനം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന് തോന്നുന്നില്ല. ഏതായാലും വിശദമായി സംബന്ധിച്ച് മൊഴി നൽകിയിട്ടുണ്ട്. തുടർന്ന് അങ്ങോട്ട് എന്ത് നടപടി സ്വീകരിക്കുമെന്ന് നോക്കുകയാണ്. പ്രശാന്തൻ കൈക്കൂലി നൽകിയെന്ന് തുറന്നു പറഞ്ഞതിന്റെ തെളിവുകളും വിജിലൻസിന് നൽകിയതായും ടി.ഒ. മോഹനൻ അറിയിച്ചു. കൈക്കൂലി കൊടുത്തുവെങ്കിൽ അത്, അല്ല കൊടുക്കാതെ വെറുതെ പറഞ്ഞതാണെങ്കിൽ അത്, എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം വേണമെന്നും ടി.ഒ. മോഹനൻ ആവശ്യപ്പെട്ടു. കൈക്കൂലി കേസിൽ നേരത്തെ ടി.വി. പ്രശാന്തന്റെ മൊഴി വിജിലൻസ് രേഖപ്പെടുത്തിയിരുന്നു. വീണ്ടും പ്രശാന്തന്റെ മൊഴി എടുക്കുമെന്നാണ് സൂചന. കൈക്കൂലി നൽകിയെന്ന് തെളിഞ്ഞാൽ പ്രശാന്തനെതിരെയും വിജിലൻസ് കേസെടുക്കും. വിജിലൻസ് SP അബ്ദുൾ റസാഖിന്റെ നേതൃത്വത്തിലാണ് കൈക്കൂലി പരാതിയിലെ അന്വേഷണം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.